ഹായ് ഹലോ സുഖല്ലേ? ഇന്നിവിടെ ദോശയും ചട്നിയായിരുന്നു. അപ്പോൾ ആ ചട്നി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തു. ഒരു കപ്പ് പറഞ്ഞാൽ 250 ml. അതാട്ടോ, ചിലത് 240 ഉണ്ടാവും. ഒരു നാഴിയെണ്ണ കണക്ക്. 2 പച്ചമുളക് ചേർക്കാം. 4-5 കുഞ്ഞുള്ളിപ്പോണ ചേർക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർക്കാം. 2 ടീസ്പൂൺ പൊട്ടുകടലയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടു. പൊട്ടുകടല ചേർക്കുമ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് ചട്നിയോ ചമ്മന്തിയോ കൂട്ടുമ്പോൾ അതിൻ്റെ ഒരു രുചി തോന്നും. അതൊരു രസമാണ്, ഇഷ്ടമുള്ളത്. മഷി പോലെ അരക്കരുത് കേട്ടോ, നല്ലോണം അരയണ്ട. ചട്നിയിലേക്ക് ഇനി വറവിട്ടാലോ? ചൂടായ എണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് ചുവന്ന മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി മൂത്ത് കിട്ടിയാൽ അത് പിന്നെ നമ്മുടെ ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിലപ്പോൾ വറവിട്ട ചട്നി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ, ഓരോരോ തോന്നലാണ്. അങ്ങനെ ഒഴിക്കുമ്പോൾ പിന്നെ തിളയ്ക്കാൻ പറ്റില്ലല്ലോ, ഒന്നടി ചൂടാവാനല്ലേ പറ്റുള്ളൂ. 2 രീതിയിലും 2 ടേസ്റ്റാണല്ലോ നമുക്ക് കിട്ടുക. ഉണ്ടാക്കിയ ദോശേനെ നമുക്ക് ക്രീമൊക്കെ പറ്റി സുന്ദരനാക്കാം, അതായത് നെയ്യൊക്കെ പറ്റി കൊടുക്കാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ദോശയും പൊട്ടുകടല ചേർത്ത ചട്നിയും തയ്യാർ. കൂട്ടത്തിലൊരു ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് ആവാം. ഡ്രാഗൺ ഫ്രൂട്ട് മുറിച്ചിട്ട് അതിൻ്റെ തൊലി എടുത്ത് മാറ്റാം. ഡ്രാഗൺ ഫ്രൂട്ടിനെ കാണാൻ നല്ല ഭംഗിയുള്ളതുപോലെ തന്നെ ഗുണങ്ങളും ഏറെയാണ്. ധാരാളം നാരുകളും മൈക്രോ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റാം. ജ്യൂസ് ജാറിലേക്ക് ഫ്രൂട്ടിൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. 1.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി അടിച്ചെടുക്കണം. നല്ല കിടുക്കാച്ചി ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് നമുക്ക് കിട്ടും. താങ്ക് യു.